ദ ജേർണലിസ്റ്റിലേക്ക് ലോകം ഉറ്റുനോക്കുന്ന ഇറാൻ അമേരിക്ക ആണവ വിഷയത്തിന്മേലുള്ള ചർച്ച ഒമാനിലെ മസ്കറ്റിൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ ചർച്ചയുടെ തീരുമാനം എന്തായിരിക്കും എന്നതനുസരിച്ചിരിക്കും പശ്ചിമേഷ്യയുടെ ഭാവി എന്ന കാര്യത്തിൽ ആർക്കും ഒരു തർക്കവുമില്ല. ഈ ചർച്ച പൊളിയുകയാണെങ്കിൽ അധികം വൈകാതെ തന്നെ അമേരിക്ക ഇറാനിലേക്ക് ഒരു കടന്നാക്രമണം നടത്തുമെന്ന തരത്തിലാണ് പാശ്ചാത്യ മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ ഇതോടകം പുറത്തു വന്നിരിക്കുന്നത്. പക്ഷേ ആദ്യമേ പറയട്ടെ, ഈ ചർച്ച പൊളിഞ്ഞാലും അമേരിക്ക ഇറാന് നേരെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. കാരണം ഈ ചർച്ചയ്ക്ക് തൊട്ടു മുമ്പ് ഇറാൻ അതിഭയാനകമായ ഒരു തിരിച്ചടി അമേരിക്കയ്ക്കും ട്രംപിനും നൽകി കഴിഞ്ഞിരുന്നു. ആ തിരിച്ചടി എന്ന് പറയുന്നത് ഇറാൻ്റെ ആയുധപ്പുര അല്ലെങ്കിൽ ആയുധ ശേഖരം ഈ ലോകത്തിന് മുന്നിൽ തുറന്നു വെക്കലാണ്. ഒപ്പം ഇറാൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാൻ പോകുന്ന അനിതസാധാരണമായിട്ടുള്ള ഒരു വലിയ തിരിച്ചടിയുടെ സന്ദേശവുമാണ്. അതായത് ഇപ്പം നമ്മൾ കാണുന്ന പല വാർത്തകളിലും, അത് പാശ്ചാത്യ മാധ്യമങ്ങളുടെ വാർത്തകളായിരിക്കാം, കേരളത്തിലെ പല മാധ്യമങ്ങളുടെയും വാർത്തകളായിരിക്കാം, ഇതിലൊക്കെ പറയുന്നത് ട്രംപ് ഖാംനെയിയെ വിറപ്പിച്ചു, ട്രംപ് ഖാംനെയിക്ക് ചുട്ട മറുപടി നൽകി, ട്രംപ് ഖാംനെയിയെ വിറപ്പിച്ചു നിർത്തി, മുള്ളിൽ നിർത്തി എന്ന മട്ടിലൊക്കെയാണ്. പക്ഷേ ഇതിൽ നമ്മൾ കാണേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത അമേരിക്കയുടെ വാക്പയറ്റുകൾ മാത്രമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അവരൊന്നും ചെയ്യുന്നില്ല. അവർ ഒരു കപ്പൽ കൊടുന്ന് അറബിക്കടലിൽ കൊണ്ടിടുന്നു, മറ്റൊരു കപ്പൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ കൊണ്ടിടുന്നു. രണ്ടും കൂടി ഏതാണ്ട് 8ഓളം കപ്പലുകളുണ്ട്. അതായത് ഒരു പ്രധാനപ്പെട്ട പടക്കപ്പലും അതോടൊപ്പം അനുബന്ധമായി വരുന്ന ഡിസ്ട്രോയർ ഫെസിലിറ്റിയൊക്കെയുള്ള മറ്റ് കപ്പലുകളുമാണ്. അങ്ങനെയാണ് നിൽക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ കപ്പലുകൾ അവിടെ കൊണ്ടുവന്നിടുമ്പോൾ അമേരിക്ക വിചാരിക്കുന്നത് ഇറാൻ ഭയക്കും, അല്ലെങ്കിൽ ഇറാനെതിരെ ഏത് നിമിഷവും ആക്രമണം നടത്താൻ ഞങ്ങൾക്ക് കഴിയുമെന്നാണ്. ശരിയാണ്, അമേരിക്കയ്ക്ക് ഏത് നിമിഷവും ആക്രമണമൊക്കെ നടത്താൻ കഴിയും. പക്ഷേ അത് ചിന്തിക്കുന്നതിന് മുമ്പ്, അതായത് അമേരിക്ക അത്തരമൊരു ആക്രമണത്തിന് എന്തെങ്കിലും ഒരു നീക്കം നടത്തുന്നതിന് മുമ്പേ അമേരിക്കയുടെ പടക്കപ്പലുകൾ തകർക്കുന്ന വിധത്തിൽ ഇറാൻ്റെ ഭാഗത്ത് നിന്ന് തിരിച്ചൊരാക്രമണം ഉണ്ടായാലോ? ഇറാൻ ആ വിധത്തിൽ സജ്ജമായിട്ട് അമേരിക്കയുടെ ഏതെങ്കിലും ഒരു ഫൈറ്റർ ജെറ്റ് പൊങ്ങുമ്പോൾ തന്നെ ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ചത് തകർത്താലോ? അമേരിക്കയുടെ പടക്കപ്പൽ ഇറാനെ ലക്ഷ്യമാക്കി കുറച്ചു ദൂരം കൂടി മുന്നോട്ട് വരുമ്പോൾ എതിർവശത്ത് ഇറാൻ്റെ പടക്കപ്പലുകൾ അണിനിരന്നാലോ? അല്ലെങ്കിൽ ഇറാൻ്റെ 4 സബ്മറൈനുകളുണ്ട്, മുങ്ങിക്കപ്പലുകളുണ്ട്, അതിലേതെങ്കിലും ഒന്ന് ഉപയോഗിച്ച് ഈ ഭീമാകാരൻ യുദ്ധക്കപ്പലിനെ തകർക്കാൻ ശ്രമിച്ചാലോ? ഇതിനൊന്നും അമേരിക്കയ്ക്ക് യാതൊരു മറുപടിയുമില്ല. ഇതൊക്കെ സാധ്യതകളാണ്. ഇതൊക്കെയാണ് ഇറാൻ്റെ യുദ്ധരീതികൾ. വളരെ മിന്നൽ വേഗത്തിൽ അമേരിക്കയെ ആക്രമിക്കാനുള്ള സർവ്വതും സജ്ജമാക്കി വെച്ചിട്ടാണ് ഇറാൻ ഈ ചർച്ചയിലേക്ക് പോയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അമേരിക്ക പറയുന്നതെല്ലാം അതുപോലെ വണങ്ങി എഴുതി ഒപ്പിട്ട് തിരിച്ചു വരിക എന്നുള്ളത് ഇറാൻ്റെ അജണ്ടയിലേ ഇല്ല. ഇത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ്, അതായത് അമേരിക്കയ്ക്ക് വലിയ പ്രഹരമേൽക്കാൻ പോകുന്നു, ട്രംപിന് വലിയ തിരിച്ചടി കിട്ടാൻ പോകുന്നു, അമേരിക്കൻ ജനത കൊല്ലപ്പെടാൻ പോകുന്നു തുടങ്ങിയ നിർണായകമായ പല സൂചനകളും ലഭിച്ചതുകൊണ്ടാണ് ഈ ചർച്ച തുടങ്ങുന്നതിന് തൊട്ടു മുമ്പ് അമേരിക്കൻ ജനതയോട് എത്രയും പെട്ടെന്ന് ഇറാനിൽ നിന്ന് വിട്ടുപോയിക്കൊള്ളാൻ അമേരിക്കൻ ഭരണകൂടം, വൈറ്റ് ഹൗസ് നിർദ്ദേശിച്ചത്. അതായത് അമേരിക്കൻ എംബസി, ഇറാനിലെ അമേരിക്കൻ എംബസിയിലെ ഒരു സംവിധാനം വഴിയാണ് അവിടുത്തെ അമേരിക്കൻ ജനങ്ങൾക്ക്, അമേരിക്കക്കാരായുള്ള ഇറാനിൽ ജീവിക്കുന്ന ആളുകൾക്ക് ഒരു വലിയ നിർദ്ദേശം വന്നത്, സർക്കാരിൻ്റെ സഹായം നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല, നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് തടി തപ്പിക്കോളൂ, ഉള്ള ജീവനും കൊണ്ട് കഴിച്ചിലായിക്കോളൂ, എത്രയും വേഗം ഇറാൻ്റെ അതിർത്തി കടന്ന് പുറത്തെത്തിക്കോളൂ എന്നാണ് പറയുന്നത്. കാരണം ഏത് നിമിഷവും ഇറാൻ്റെ അതിർത്തികൾ അടയ്ക്കപ്പെടും, വ്യോമപാതകൾ അടച്ചുപൂട്ടും, അതിനുശേഷം നിങ്ങൾക്ക് പുറത്തു പോകാനുള്ള ഒരു സാഹചര്യവും ഉണ്ടാകില്ല. അതുകൊണ്ട് എത്രയും വേഗം നിങ്ങൾ പൊക്കോളൂ എന്ന് അമേരിക്ക പറയണമെങ്കിൽ അത് ആക്രമണം നടക്കുമെന്ന നിലയിലുള്ള ഭയം കൊണ്ടാണ്. അതായത് അമേരിക്ക ഇറാനിലേക്ക് ആക്രമണം നടത്തുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമായിരിക്കില്ല, നേരെ മറിച്ച് ഇറാനിലെ ജനങ്ങൾ, പ്രക്ഷോഭകാരികൾ ഉൾപ്പെടുന്ന വലിയ സമൂഹം അമേരിക്കയോടുള്ള പക തീർക്കാൻ വേണ്ടി അമേരിക്കയുടെ ഉദ്യോഗസ്ഥരെ, അമേരിക്കക്കാരായി ഇറാനിൽ വന്ന് ജീവിക്കുന്നവരെ ആക്രമിക്കാനും കൊലപ്പെടുത്താനുമുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കും. കാരണം നമുക്കറിയാം, ഇറാനിലെ പ്രക്ഷോഭങ്ങൾ ആളിക്കത്തിച്ചുകൊണ്ട് ഇറാനിലെ പ്രക്ഷോഭകാരികളോട് നിങ്ങൾ ഏതറ്റം വരെയും പൊയ്ക്കോളൂ, ഞങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ട് എന്ന് പറഞ്ഞവരാണ് അമേരിക്ക, അല്ലെങ്കിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അതും കേട്ട് അമേരിക്കയുടെ പിന്തുണ കിട്ടുമെന്നും വിശ്വസിച്ച് ട്രംപിനെ നമ്പി യുദ്ധത്തിനിറങ്ങിയ, ആഭ്യന്തര കലാപത്തിനിറങ്ങിയ, വിധ്വംസക പ്രവർത്തനത്തിനിറങ്ങിയ, രാജ്യവിരുദ്ധ പ്രവർത്തനത്തിനിറങ്ങിയ ഇറാനിലെ വിമതരുടെ അല്ലെങ്കിൽ ഇറാനിലെ പ്രശ്നക്കാരുടെ അവസ്ഥ നമ്മൾ കണ്ടതാണ്. ഇവരെ മുഴുവൻ, അതായത് അമേരിക്കയുടെ വാക്ക് കേട്ട് ഇറാനിൽ പ്രശ്നമുണ്ടാക്കി ഖാംനെയിയെ ഭരണത്തിൽ നിന്ന് താഴെയിട്ട് ഇറാൻ പിടിച്ചെടുക്കാൻ ഇറങ്ങി തിരിച്ചവരെ മുഴുവൻ തന്നെ അവിടുത്തെ IRGCയും സുരക്ഷാ സേനയും പിടികൂടി
പിടികൂടിയതിന് ശേഷം അവരെ തടങ്കലിലേക്ക് മാറ്റി. അതിനിടയിൽ കുറ്റകരമായ ഇടപെടലുകൾ നടത്തിയെന്ന് കണ്ടവരെ മുഴുവൻ വധിക്കുന്ന സാഹചര്യമുണ്ടായി. ആ വധം അല്ലെങ്കിൽ ഈ പ്രക്ഷോഭകരെ വധിക്കുന്ന പരിപാടി നിർത്തിവെക്കണം, പ്രക്ഷോഭകരെ മുഴുവൻ തുറന്നു വിടണമെന്നുകൂടി അമേരിക്ക ഇന്നത്തെ യോഗത്തിൽ ഇറാനോട് ആവശ്യപ്പെട്ടു. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു രാജ്യത്തിൻ്റെ ആഭ്യന്തര സുരക്ഷ നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായി ആ രാജ്യത്തിനെതിരെ രാജ്യത്തിനുള്ളിൽ നിന്ന് പ്രവർത്തിച്ചവരെ വധിച്ചതിൻ്റെ പേരിൽ അമേരിക്ക ഇറാനോട് ഇടയുകയാണ്. എന്നിട്ട് പറയുകയാണ്, അവശേഷിക്കുന്ന ജനങ്ങളെ മുഴുവൻ നിങ്ങൾ തുറന്നു വിടൂ, പുറത്തേക്ക് വിടുമെന്ന്. എങ്ങനെയാണ് ഇത് അംഗീകരിക്കാൻ കഴിയുക? എങ്ങനെയാണ് ഇറാൻ ഇത് പൊറുക്കാൻ കഴിയുക? അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ ഈ ചർച്ച അലസിപ്പിരിഞ്ഞാൽ അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഒരു നീക്കവും ഉണ്ടാകാൻ സാധ്യതയില്ല. ഏറി വന്നാൽ ചെങ്കടലിലോ അല്ലെങ്കിൽ അറബിക്കടലിലോ ഇന്ത്യൻ മഹാസമുദ്രത്തിലോ കുറച്ച് കപ്പലുകൾ കൂടി വന്നു നിൽക്കും. ഇനി അല്ല എന്നുണ്ടെങ്കിൽ ഇറാൻ്റെ അതിർത്തിയിലേക്ക് ഒന്നോ രണ്ടോ മിസൈലുകൾ അയക്കും. ഇറാൻ അത് മിസൈൽ വേധ സംവിധാനങ്ങൾ ഉപയോഗിച്ച് പൊട്ടിക്കുകയും ചെയ്യും. അല്ലാണ്ട് ഇറാൻ്റെ ഭൗമാതിർത്തിക്കുള്ളിൽ കടന്നുകൊണ്ട് ഇറാൻ്റെ തന്ത്രപ്രധാന മേഖലകൾ ലക്ഷ്യമിട്ടുകൊണ്ട് ഇറാനെ പൂർണ്ണമായി തകർക്കുന്ന വിധത്തിൽ ഒരു തരത്തിലുള്ള നീക്കത്തിനും ഒരു കാരണവശാലും അമേരിക്ക തയ്യാറാകില്ല എന്നു തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. അങ്ങനെ ആയിരുന്നുവെങ്കിൽ അമേരിക്ക ഒരിക്കലും അവരുടെ പൗരന്മാരോട് ഇറാനിൽ നിന്ന് പോയിക്കൊള്ളാൻ പറയില്ലായിരുന്നു. ഞങ്ങളുടെ ഗവൺമെൻറ് നിങ്ങളെ സംരക്ഷിക്കും, അല്ലെങ്കിൽ അമേരിക്ക നിങ്ങളുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കും, നിങ്ങളെ രക്ഷിക്കാനായി അമേരിക്കൻ സൈന്യം വരും, അങ്ങനെ എന്തെങ്കിലും പറയേണ്ടതായിരുന്നു. ഇപ്പോൾ ഇറാനിൽ പ്രക്ഷോഭം നടത്തുന്ന ജനതയോട് ഞങ്ങളുടെ സൈന്യം ഉടൻ അങ്ങോട്ടേക്ക് വരികയാണ് നിങ്ങളെ സംരക്ഷിക്കാനെന്ന് പറഞ്ഞ ആളാണ് ട്രംപ്. ആ ട്രംപിന് സ്വന്തം ജനതയെ രക്ഷിക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു സൈനിക നീക്കം നടത്തുമെന്ന് വെറുതെയെങ്കിലും പറഞ്ഞുകൂടെ? അപ്പോൾ അതുപോലും പറയാത്തതിൻ്റെ ലക്ഷ്യം എന്താണ്? അല്ലെങ്കിൽ അതുപോലും പറയാത്തത് എന്തുകൊണ്ടാണ്? ഭയാനകമായ തിരിച്ചടിയായിരിക്കും ഇറാൻ നടത്തുക എന്ന ബോധ്യം അമേരിക്കയ്ക്കുണ്ട്. എന്ന് മാത്രമല്ല, അങ്ങനെ എന്തെങ്കിലും നടത്തി അമേരിക്കൻ ജനത അല്ലെങ്കിൽ അമേരിക്കൻ പൗരന്മാർ ഇറാനിൽ കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടായാൽ അത് ട്രംപിന് കനത്ത പ്രഹരമായി മാറുകയും ചെയ്യും. അമേരിക്കയിലെമ്പാടും അതിൻ്റെ പേരിൽ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ട്രംപ് വലിയ തിരിച്ചടി മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ, ഈ ചർച്ച പരാജയപ്പെടാനുള്ള സാധ്യതകൾ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ, ചർച്ച പരാജയപ്പെട്ടാൽ എന്തെങ്കിലും ചില നീക്കങ്ങൾ ഇറാനെതിരെ നടത്തേണ്ടി വരും എന്നുള്ളത് കൊണ്ടൊക്കെ തന്നെയാണ് സ്വന്തം ജനങ്ങളോട് തിരികെ പോകാൻ പറഞ്ഞത്. പക്ഷേ അതൊരിക്കലും ഇറാനെ ആക്രമിച്ച് തകർത്തില്ലാതാക്കുന്ന നീക്കമൊന്നുമായിരിക്കില്ല. ലോകത്തിന് മുന്നിൽ ഒരു യുദ്ധം ഞങ്ങൾ നടത്തുകയാണ്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇറാനെ പേടിയില്ല എന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ചില കാട്ടിക്കൂട്ടലുകൾ മാത്രമേ ട്രംപ് നടത്താൻ സാധ്യതയുള്ളൂ. അതേസമയം ഇറാൻ അങ്ങനെയല്ല. ഇറാൻ്റെ പക്കൽ വലിയ ആയുധങ്ങളുണ്ട്, മിസൈൽ വേധ സംവിധാനങ്ങളുണ്ട്. അമേരിക്കൻ പടക്കപ്പലുകൾ തകർക്കാനുള്ള സർവ്വസന്നാഹങ്ങളും സജ്ജമാണ്. അമേരിക്കയുടെ പശ്ചിമേഷ്യയിലെ സൈനിക കേന്ദ്രങ്ങൾ തകർക്കാനുള്ള എല്ലാവിധ വിന്യാസങ്ങളും നടത്തിയിട്ടുണ്ട്. അതുപോലെ ഇസ്രായേലിലേക്ക് ആക്രമണം നടത്താനുള്ള സന്നാഹങ്ങളും ഇറാൻ സജ്ജമാക്കിയിട്ടുണ്ട്. ഹൂത്തികളും ഹിസ്ബുള്ളയും ഒക്കെ അടങ്ങുന്ന ഇറാൻ്റെ പ്രോക്സി ഗ്രൂപ്പുകളും മിലിഷ്യകളും കടലുകളിൽ, വിവിധ കടലുകളിൽ, കടലിടുക്കുകളിൽ സജ്ജരായി നിൽക്കുകയാണ്. റഷ്യയും ചൈനയും ഇറാനും ചേർന്ന് സംയുക്ത നാവികാഭ്യാസവും സൈനികാഭ്യാസവും നടത്തിയിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ. അത് തുടരുമെന്നും അനിശ്ചിതകാലത്തേക്ക് തുടരുമെന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഒറ്റയ്ക്കല്ല ഇറാൻ. അമേരിക്ക വിചാരിക്കുന്നത് പോലെ പൊടുന്നനെ ഇറാനെ അങ്ങ് തീർത്ത് കളയാമെന്നൊക്കെ കരുതുന്നത് വെറും മണ്ടത്തരമാണ്. എന്തായാലും ഈ യോഗവുമായി ബന്ധപ്പെട്ട അന്തിമ വിവരങ്ങൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. പക്ഷേ തുടക്കത്തിൽ തന്നെ അമേരിക്കയോട് യാതൊരു വിധത്തിലുള്ള ഒത്തുതീർപ്പോ അമേരിക്ക പറയുന്നതെല്ലാം അനുസരിക്കുന്ന ഒരു അജണ്ടയും ഞങ്ങൾക്കില്ല എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ഇറാൻ. അത് അമേരിക്കയുടെ സ്വപ്നങ്ങൾക്ക് കനത്ത തിരിച്ചടി തന്നെയായിരിക്കുകയാണെന്നുള്ളതാണ് യാഥാർത്ഥ്യം.